2 ഡേയ്സ് ആയിരുന്നു നമ്മൾ പഴനിയിൽ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ആവശ്യം അധികം സമയം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് കൊടൈക്കനാൽ ഒരു ഷോർട്ട് ട്രിപ്പ് പോയിട്ട് വരാം. പഴനിയിൽ നിന്ന് കൊടൈക്കനാലേക്ക് ഒരു 2 hours റൈഡ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 65 കിലോമീറ്റർ. കുറേ വട്ടം കൊടൈക്കനാലിൽ പോയിട്ടുണ്ടെങ്കിലും പിന്നെയും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കൊടൈക്കനാൽ. ജാനി ആദ്യമായിട്ടാണ് കേട്ടോ കൊടൈക്കനാലിൽ കാണാൻ പോണേ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസിലാണ്. വാട്ടർഫോൾസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പനന്തുങ്ക് അതിൻ്റെ ജ്യൂസ് കൊടുക്കണം കണ്ടു. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ച് നേരെ നമ്മൾ പോയത് കൊടൈക്കനാൽ ലേക്കിലേക്ക്. ലേക്കിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, ലൈക്ക് സൈക്ലിംഗ്, ബോട്ടിങ്, ഹോഴ്സ് റൈഡിങ് ഒക്കെ. ജാനി നല്ലോണം എൻജോയ് ചെയ്തിട്ടോ ഹോഴ്സ് റൈഡിങ്. നമ്മൾ കുറച്ച് പേര് പെഡൽ ബോട്ടിങ്ങാണ് ചൂസ് ചെയ്തത്. അമ്മമാരുടെ ഒപ്പം തന്നെ ജാനിനെയും നമ്മൾ നോർമൽ ബോട്ടിങ്. നമ്മൾ ഡിസംബർ മാസത്തിലാണ് കേട്ടോ പോയത്. അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതർ ആയിരുന്നു. നല്ല കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ നല്ല ഫോഗും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളി ക്ലൈമറ്റ്. നമ്മൾ നല്ല ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ തന്നെ നല്ല സീനിക് ആയിട്ടുള്ള നല്ല പിക്ചറിസ്റ്റിക് ആയിട്ടുള്ള വെതർ ആയിരുന്നു. ഈ ഫ്രെയിംസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട്. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് പില്ലർ റോക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എലിഫന്റ് സ്റ്റാച്ചു കണ്ടു, പക്ഷേ നമുക്ക് പില്ലർ റോക്ക് അത്ര വിസിബിൾ ആയിരുന്നില്ല, നല്ല രീതിയിൽ ഫോഗ്. അങ്ങനെ നമ്മൾ അവിടെ നേരെ പോയത് ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കൊടൈക്കനാലിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് മഞ്ഞുവൽ ബോയ്സ് കണ്ടതിന് ശേഷമായിരുന്നു. ഗുണ കേവിൽ പോയപ്പോഴത്തേക്ക് അവിടെ ടൈം ഏകദേശം ക്ലോസ് ആവാറായി, പക്ഷേ അവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത്ര തിരക്കായിരുന്നു. ഞാൻ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് പ്രതീക്ഷിച്ച് പോയതാണ്, പക്ഷെ നല്ല തിരക്കുള്ളത് കൊണ്ട് ഒന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ആൾക്കാരവിടെ വെറുതെ കിടന്ന് ബഹളം വെക്കണ്ടായിരുന്നു കേട്ടോ, എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, കാരണം ക്ലോസിങ് ടൈം ഏകദേശം അപ്രോച്ചിങ് ആയിരുന്നു. അതുകൊണ്ട് കുറേ നേരമൊന്നും അവിടെ നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ റൂമിൽ പോയി. പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് വേറൊരു പ്ലേസിലേക്കാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.